സാധാരണക്കാർ എത്ര നല്ലവരാണെങ്കിലും കഴിവുള്ളവരാണെങ്കിലും സമ്പത്തിൻ്റെ പേരിൽ കുടുംബമഹിമയുടെ പേരിൽ അവരെ വേർതിരിച്ച് കാണിക്കുന്ന, അവരോട് വിവേചനം കാണിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. സമ്പന്നരുടെ കൂടെ സാധാരണക്കാർ സ്വീകരിക്കപ്പെടാത്തതും കുലീനർ സാധാരണക്കാർക്ക് വേണ്ടി പക്ഷം പിടിക്കാത്തതുമെല്ലാം അവർ ഉന്നതരാണ് എന്നൊരു തെറ്റായ ധാരണ അവരുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിലെ യഹൂദന്മാരിൽ നാം കാണുന്നതും ഈ ഒരു മനോഭാവമാണ്. യേശുനാഥൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പം ഞാനാണ് എന്നവരോട് പറയുമ്പോൾ യേശുനാഥനെ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് ഇവൻ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനല്ലയോ, ഇവനെ നമുക്കറിയാവുന്നതല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥനെ തിരസ്കരിക്കുന്ന യഹൂദരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ലേവ്യരുടെ പുസ്തകം 19 അധ്യായം 15 വാക്യം, അന്യായമായി വിധിക്കരുത്, ദരിദ്രരോട് ദാക്ഷിണ്യമോ ശക്തനോട് പക്ഷപാതമോ കാണിക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നതിലൂടെ ഈ ഒരു മനോഭാവമുള്ള ജനത ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആദിമ സമൂഹത്തിൽ തന്നെ സാധാരണക്കാരോട് വിവേചനം കാണിക്കുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 6 അധ്യായം 1 വാക്യത്തിൽ ഗ്രീക്കുകാർ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് പരാതി പറയുന്നതും, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2 അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സ്വർണ്ണമോതിരം അണിഞ്ഞവനെ നിങ്ങൾ സ്വീകരിക്കുകയും പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ വിവേചനം കാണിക്കുന്നെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും, റോമാക്കാർക്ക് ലേഖനം 12 അധ്യായം 7 വാക്യത്തിൽ ദൈവമഹത്വത്തിനായ ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്വീകരിക്കുമെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതുമെല്ലാം ഈ ഒരു വിവേചനം, ഈ ഒരു വ്യത്യസ്തത സമൂഹത്തിൽ ഉയർന്നവർ താഴ്ന്നവരോട് കാണിച്ചിരുന്നു, സാധാരണക്കാരോട് കാണിച്ചിരുന്നു എന്നൊരു ബോധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, സാധാരണക്കാരെ തിരസ്കരിക്കുന്നവരാണോ നാം, അല്ലെങ്കിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നവരാണോ നാം? സാധാരണക്കാരുടെ സ്വന്തം പോലെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് യേശുനാഥൻ മാത്രമായിരുന്നു. യേശുനാഥൻ നിലകൊണ്ടത് സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു. യേശുനാഥൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു. യേശുനാഥൻ സന്ദർശിച്ച ഭവനങ്ങൾ സാധാരണക്കാരുടേതായിരുന്നു. യേശുനാഥൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് സാധാരണക്കാരുടെ ജീവനായിരുന്നു. യേശുനാഥൻ കരഞ്ഞത് ഒരു സാധാരണക്കാരൻ്റെ മരണത്തിലായിരുന്നു. ആദ്യമായി യേശുനാഥൻ സ്വർഗം വാഗ്ദാനം ചെയ്തതും ഒരു സാധാരണക്കാരനായ പാപിയായ കള്ളന് വേണ്ടിയിട്ടായിരുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ അനുകരിക്കുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യത്തോടുകൂടെ സാധാരണക്കാരെ സമ്പത്തിൻ്റെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ, വിജ്ഞാനത്തിൻ്റെ പേരിൽ, അറിവിൻ്റെ പേരിൽ വേർതിരിക്കാതെ അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നാം എല്ലാവരും യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 20 വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത്, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവിൻ എന്നാണ്. എപ്രകാരമാണ് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടിവെക്കുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ കുടുംബ മഹിമയ്ക്ക് കൊണ്ടോ എല്ലാം മറിച്ച് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്ത് നിക്ഷേപം കൂട്ടിവെക്കുവാൻ നമുക്ക് സാധിക്കുക. ആദിമ സമൂഹത്തിലെ ആ ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമൂഹത്തിൽ പക്ഷം ചേരാതെ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുവാനും ആരെയും തിരസ്കരിക്കാതിരിക്കുവാനും വിവേചനം കാണിക്കാതിരിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇന്നേ ദിവസം വിശുദ്ധിക്കെതിരായി എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും ഉണ്ടാകുകയില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനായി പരിശുദ്ധ കന്യകാമറിയത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.